ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപഴം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ജ്യൂസാണ്. ഈ ഒരു ചൂട് സമയത്തും ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കിഡിലൻ വെറൈറ്റി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ചെറുപഴം ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള 8 മൈസൂർ പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മൈസൂർ പഴത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് നമുക്കൊരൽപ്പം ഉപ്പ് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 സ്കൂപ്പ് മുഴുവനായിട്ടുമുള്ള വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. 4 വലിയ ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസിൻ്റെ അളവിലാണ് നമ്മളിവിടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ പറയുന്നത്. അടുത്തതായി നമ്മുടെ ചെറുപഴം ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 4 ഏലക്കയുടെ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലിന് തണുപ്പ് കുറവാണെങ്കിൽ 3-4 ഐസ് ക്യൂബ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് നല്ല ഫൈൻ ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, ഒരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ചെറുപഴം ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.